Hello everyone, I'm Anicia Verghese. I'm one of the chief trainers of MT's Academy and this is Abdul Samad with me and we welcome you all to our first episode. സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് എം ടീസ് എപ്പിസോഡ് 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ലളിതമായിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫസ്റ്റ് എപ്പിസോഡിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഓക്കെ, വലിയ ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് അല്ല, സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന രൂപത്തിലാണ് എപ്പിസോഡ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. മുഴുവനായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക, ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക. ഓക്കെ, ഫസ്റ്റ് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മലയാളീസിന് എല്ലാവർക്കും ഇംഗ്ലീഷൊക്കെ അറിയാം. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ നൗ ഇംഗ്ലീഷ് വെൽ. എല്ലാവർക്കും ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാനറിയാം, വായിക്കാനറിയാം, മനസ്സിലാക്കാനേ കഴിയും. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും സംസാരിക്കാനാണ് കഴിയാത്തത്. സംസാരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, സംസാരിച്ചാൽ തെറ്റിപ്പോവോ, മറ്റുള്ള ആളുകൾ എന്താ വിചാരിക്കുക, എനിക്ക് വേണ്ട വിധത്തിൽ പറയാൻ കഴിയുമോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് ഉള്ളിൽ. ഓക്കെ, അതിന് പ്രധാന കാരണം ഞാൻ പറയുന്നത് കുറച്ചൊക്കെ തെറ്റുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. ഓക്കെ, സോ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ, ഈ ഒരു വീഡിയോ എപ്പിസോഡിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിസ്റ്റേക്സ് ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആളുകളെ കോൺഫിഡൻ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും വളരെ ശ്രദ്ധയോടുകൂടെ വാച്ച് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളെ കൂടെ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. മറ്റു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രെയിനിങ് പാറ്റേൺ ആണ് എം ടീസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു റിസൾട്ട് ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. ഓക്കെ, സോ ഞങ്ങൾ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഒരു ഇൻട്രാക്റ്റീവ് മെത്തേഡ്സിലാണ് വീഡിയോസൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇതൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങളല്ല മാഷേ, ഓക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, ഈ ആമും ഈസൊക്കെയാണോ, ഇതൊക്കെ എനിക്ക് എന്നോ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ നമുക്കിത് പറഞ്ഞും കേട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. വി ഡോണ്ട് ഹാവ് മച്ച് എക്സ്പീരിയൻസ്. This is the only reason you guys are stucking in speaking English. ഓക്കെ, നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് സ്റ്റക്ക് ആവുന്നത്, അല്ലെങ്കിൽ മുറിഞ്ഞു പോകുന്നത്, സ്റ്റോപ്പായി പോകുന്നത് നമുക്ക് പറഞ്ഞ തെറ്റിപ്പോവുക എന്നുള്ള ഒരു തോന്നലുകൊണ്ടാണ്. ഓക്കെ, സോ അത് അവോയ്ഡ് ചെയ്യാൻ ജസ്റ്റ് പ്രാക്ടീസ്. ഓക്കെ, പ്രാക്ടീസ് again and again you practice. വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി യു വിൽ ബി മച്ച് കോൺഫിഡൻറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ്, എനിക്ക് ഇന്നതാണ് ജോലി, ഞാൻ ഇന്ന രാജ്യത്താണ് ജോലി ചെയ്യുന്നത്, എൻ്റെ ക്വാളിഫിക്കേഷൻ ഇന്നതൊക്കെയാണ്. ഓക്കെ, ദെൻ എനിക്ക് ഇത്ര വയസ്സാണ്, ഞാൻ മാരീഡാണ്, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് മാരീഡ് ആയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ആകുന്നു എന്നുള്ളൊരു ആശയമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ആകുന്നു അല്ല ആണോ, നമുക്ക് നോക്കാം. ആകുന്നു എന്ന് പറയാൻ ഇംഗ്ലീഷിൽ എന്താ പറയാ? Am. ഓക്കെ, am ആകുന്നു. ഓക്കെ, അല്ല am not. ഓക്കെ, ഇനി ഞാനാണോ, am I. ഓക്കെ, നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, am എന്നുള്ള ഓക്സിലറി വെർബ് I എന്നുള്ള സബ്ജക്റ്റിനോട് കൂടെ മാത്രമാണ് ചേർക്കുക. ഓക്കെ, I, ഞാൻ, എനിക്ക്, രണ്ട് മീനിങ്സ് ഉണ്ട്. ഓക്കെ, ഇതിന് ഏതൊക്കെയാണ്? ഞാൻ, എനിക്ക്, അതൊരു ഇന്നർ മീനിങ് ആണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഞാൻ അബ്ദുസമദാണ്, എനിക്ക് 33 വയസ്സാണ്. അപ്പോൾ എനിക്ക് എന്ന് പറയാനും ഞാനെന്ന് പറയാനും ഐ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നോക്കാം. ഐ, ഞാൻ, ആം, ആകുന്നു. ഐ ആം, ഞാനാകുന്നു. എങ്ങനെ പറയാം? യെസ്, ഐ ആം, ഞാനാകുന്നു. ഞാൻ അനീസിയ വർഗീസ് ആണെന്ന് എങ്ങനെ പറയാം? I am Anicia Verghese. I am Abdul Samad. I am Abdul Samad. Who are you? യെസ്, നിങ്ങളെ പേരൊന്ന് പറയൂ. കമോൺ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഞാൻ അബ്ദുൽ സമദാണ്. ഐ ആം അബ്ദുൽ സമദ്. ഐ ആം അബ്ദുൽ സമദ്. ഓക്കെ, ഞാൻ കേരളത്തിൽ നിന്നാണ്. ഇൽ നിന്നും എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ഫ്രം എന്നാണ് പറയുക. ഫ്രം ഇൽ നിന്നും. ഇന്ത്യയിൽ നിന്നും ഫ്രം ഇന്ത്യ. കേരളത്തിൽ നിന്നും ഫ്രം കേരള. മലപ്പുറത്ത് നിന്നും ഫ്രം മലപ്പുറം. ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. എങ്ങനെ പറയാം? I'm from India. ഞാൻ കേരളത്തിൽ നിന്നാണ്. I'm from Kerala. ഞാൻ കൊച്ചിയിൽ നിന്നാണ്. I'm from Cochin. ഓക്കെ, ഐ ആം ഫ്രം മലപ്പുറം. നിങ്ങൾ എവിടെ നിന്നാണ്? Where are you from? യെസ്, ഐ ആം ഫ്രം മലപ്പുറം. I'm from Cochin. യെസ്. ഓക്കെ, ഇനി എന്താണ് ജോലി എന്നുള്ളതാണ്. ഞാനൊരു അധ്യാപകനാണ്. ഓക്കെ, I am a teacher. I'm a teacher.
ഞാനൊരു കോച്ചാണെന്ന് എങ്ങനെ പറയാം? I'm a coach. I'm a coach. ഞാനൊരു ബിസിനസ് വിമൺ ആണെന്ന് എങ്ങനെ പറയാം? I'm a businesswoman. I'm a businesswoman. ഓക്കെ. ഞാനൊരു ട്രെയിനർ ആണെന്ന് എങ്ങനെ പറയാം? I'm a trainer. I'm a trainer. ഞാനൊരു സെയിൽസ്മാൻ ആണെന്ന് എങ്ങനെ പറയാം? I'm a salesman. I'm a salesman. ആൻ അക്കൗണ്ടൻറ്റ്, ഒരു അക്കൗണ്ടൻറ്റ്. ആൻ അക്കൗണ്ടൻറ്റ്. ആൻ എഞ്ചിനീയർ, ഒരു എഞ്ചിനീയർ. ഞാനൊരു എഞ്ചിനീയർ ആണെന്ന് എങ്ങനെ പറയാം? I'm an engineer. I'm an engineer. ഞാനൊരു അക്കൗണ്ടൻറ്റ് ആണ്. I'm an accountant. I'm an accountant. ഞാനൊരു നേഴ്സ് ആണ്. I'm a nurse. I'm a nurse. ഞാനൊരു ഫാർമസിസ്റ്റ് ആണ്. I'm a pharmacist. I'm a pharmacist. ഞാനൊരു ഡോക്ടർ ആണ്. I'm a doctor. I'm a doctor. ഞാനൊരു ഡെന്റിസ്റ്റ് ആണ്. I'm a dentist. I'm a dentist. ഓക്കെ. ഇനി എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഒരു രാജ്യത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ഇൻ എന്നുള്ള പ്രപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഇൻ, ഇൽ, അകത്ത് എന്നൊക്കെയാണ് മീനിങ്. ഓക്കെ. വലിയ രാജ്യത്തിൽ, അതായത് രാജ്യങ്ങൾക്ക് ഇൻ ദുബായ്, ദുബായിൽ. ഇൻ ഷാർജ, ഷാർജയിൽ. ഇൻ ഖത്തർ, ഖത്തറിൽ. ഇൻ സൗദി, സൗദിയിൽ. ഓക്കെ. അതുപോലെ ഇൻ മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയിൽ. അതുപോലെ മെട്രോപൊളിറ്റൻ സിറ്റീസിനൊക്കെ ഇൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇൻ കൊച്ചിൻ, കൊച്ചിയിൽ. ഓക്കെ. അപ്പോൾ ഞാൻ കൊച്ചിയിലാണെന്ന് എങ്ങനെ പറയാം? I'm in Cochin. I'm in Cochin. ഞാൻ ദുബായിലാണെന്ന് എങ്ങനെ പറയാം? I'm in Dubai. I'm in Dubai. ഞാനൊരു കമ്പനിയിലാണെന്ന് എങ്ങനെ പറയാം? I'm in a company. I'm in a company. എങ്ങനെ പറയാം? യെസ്, ഐ ആം ഇൻ എ കമ്പനി. ഐ ആം ഇൻ എ കമ്പനി. ഇനി നിങ്ങൾക്കും ഈസിയായി വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക് എന്നിവ പഠിക്കാം. MT's അക്കാദമി, ഗവർണറിൽ നിന്നും ബെസ്റ്റ് ഓൺലൈൻ അക്കാദമി അവാർഡ് ലഭിച്ച കേരളത്തിലെ ഏക സ്ഥാപനം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് MT's അക്കാദമി. ഞാനൊരു ഹോസ്പിറ്റലിലാണെന്ന് എങ്ങനെ പറയാം? I'm in a hospital. I'm in a hospital. ഓക്കെ. സോ where do you work? I work in Cochin. I work in Cochin. ഓക്കെ, ശ്രദ്ധിക്കുക. ഐ ആം ഇൻ കൊച്ചിൻ. നിങ്ങളെവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ കൊച്ചിയിലാണ്. ഞാൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ട് രൂപത്തിലും പറയാം. ഓക്കെ. സോ ഐ വർക്ക് ഇൻ കൊച്ചിൻ, ഐ വർക്ക് ഇൻ ദുബായ് എന്നുള്ളതൊക്കെ നമുക്കൊരു അഡ്വാൻസ്ഡ് ലെവലിൽ ഒന്ന് സിമ്പിളായിട്ട് എങ്ങനെ പറയാം? ഐ മീൻ കൊച്ചിൻ, ഐ മീൻ ദുബായ്. ഓക്കെ, ആ രൂപത്തിൽ പറയാം. നെക്സ്റ്റ്, ഇനി ലീവിലാണ്, ഞാൻ ലീവിലാണ്, ഞാൻ ഡ്യൂട്ടിയിലാണെന്നൊക്കെ പറയാൻ എങ്ങനെയാണ് പറയാന്നുള്ളതാണ്. ഓക്കെ. ഓൺ എന്നുള്ള പ്രപ്പോസിഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓൺ, ഓൺ, ഇൽ എന്നുള്ളൊരു മീനിങ് ആണ്. ലീവിൽ, ഓൺ ലീവ്. ഡ്യൂട്ടിയിൽ, ഓൺ ഡ്യൂട്ടി. ഇൻ ഡ്യൂട്ടി, ഇൻ ലീവ് എന്ന് പറയരുത് കേട്ടോ. അങ്ങനെ പലരും അങ്ങനെ പറയാറുണ്ട്. അതൊരു മിസ്റ്റേക്കാണ്, ശ്രദ്ധിക്കുക. ഓൺ ലീവ്, ഓൺ ഡ്യൂട്ടി. എങ്ങനെ പറയാം? യെസ്. അപ്പോൾ ഞാൻ ഇന്ന് ലീവ് ആണെന്ന് എങ്ങനെ പറയാം? I'm on leave today. I'm on leave today. ഞങ്ങൾ കൂടെ നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ. ഞാൻ മലയാളമാണ് പറയാം, മാം ഇംഗ്ലീഷ് പറയും. അപ്പോൾ ഒരുമിച്ച് പറയുക. ഓക്കെ. ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണെന്ന് എങ്ങനെ പറയാം? I'm on duty now. I'm on duty now. ഓക്കെ. ഇനി നമ്മൾ പലപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ നീ എവിടെ പോയി കിടക്കുക എന്നൊക്കെ ചോദിക്കും, എത്തിയിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ പറയും, ഞാൻ ഓൺ ദ വേ ആണ്, വരുന്ന വഴിയിൽ എപ്പോൾ എത്തും. ഓൺ ദ വേ, ഓൺ ദ വേ, വരുന്ന വഴിയിൽ. ഞാൻ ഓൺ ദ വേയിലാണെന്ന് എങ്ങനെ പറയാം? I'm on the way. I'm on the way. ഓക്കെ. ഞാൻ ഇന്ന് ലീവാണ്. ഐ ആം ഓൺ ലീവ് ടുഡേ. ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ്. ഐ ആം ഓൺ ഡ്യൂട്ടി നൗ. ഞാൻ വരുന്ന വഴിയിലാണ്. ഐ ആം ഓൺ ദ വേ. ഓക്കെ. ഇനി ഗുഡ് അറ്റ് എന്നുള്ളൊരു യൂസേജ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. എക്സ്പേർട്ട് ആണെന്ന് അർത്ഥം. ഓക്കെ. ഷുവറാണ്. ഞങ്ങൾ മലപ്പുറത്തേരെ ഭാഷയിൽ പറഞ്ഞാൽ ഷുവറാണെന്നാണ് പറയാം. ഓക്കെ. ഗുഡ് അറ്റ്, ഗുഡ് അറ്റ്. ഫോർ എക്സാമ്പിൾ, വർക്കിൽ ഷുവറാണ്. I'm good at work. I'm good at work. ഓക്കെ. ഇനി അനീസിയ പിന്നെ കുക്കിങ്ങിലൊക്കെ നല്ല എക്സ്പേർട്ട് ആയിരിക്കാം. അപ്പോൾ എങ്ങനെ പറയാ? I'm good at cooking. I'm good at cooking. ഐ ആം ഗുഡ് അറ്റ് ഈറ്റിംഗ്. പക്ഷേ തടിമ കാണില്ല എന്നല്ലോ. ഓക്കെ. ഗുഡ് അറ്റ് എന്ന് പറഞ്ഞാൽ ഷുവറാണെന്നാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഡ്രൈവിങ്ങിൽ ഷുവറാണെന്ന് എങ്ങനെ പറയാം? I'm good at driving. അതായത് ഈ ആള് ഡ്രൈവ് ചെയ്യാൻ നല്ല എക്സ്പേർട്ടാണ്, സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യും എന്നർത്ഥം. ഓക്കെ. ഞാൻ ഇംഗ്ലീഷിൽ ഷുവറാണെന്ന് എങ്ങനെ പറയാം? I'm good at English. I'm good at English. ഞാൻ അറബിയിൽ ഷുവറാണ്. I'm good at Arabic. I'm good at Arabic. അപ്പോൾ ഞാൻ ഇപ്പോൾ പലരും ഇങ്ങനെ MT'സിൻ്റെ അറബിക് ചാനലൊക്കെ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെ പറയാം? I'm good at Arabic. I am good at Arabic. ഓക്കെ. ദെൻ ഞാൻ പാട്ട് പാടാൻ മിടുക്കിയാണെന്ന് എങ്ങനെ പറയാം? I'm good at singing.
I'm good at singing. ഓക്കെ, ഇനി നല്ല മിടുക്കികളുണ്ടാവും. ഡാൻസ് കളിക്കാൻ നല്ല മിടുക്കിയാന്ന് എങ്ങനെ പറയാം? I'm good at dancing. I'm good at dancing. ഞാൻ കസ്റ്റമർ ഹാൻഡ്ലിങ്ങിൽ ഞാൻ എക്സ്പേർട്ടാണ്, എങ്ങനെ പറയാം? I'm good at handling customers. I'm good at handling customers. അക്കൗണ്ട്സിൽ ഞാൻ ആള് പുലിയാണ്, എങ്ങനെ പറയാം? I'm good at accounts. I am good at accounts. അപ്പോൾ ഇവിടെ പുലിയാണ്, ഉഷാറാണ്, എക്സ്പേർട്ടാണ് എന്നുള്ള ഒരു മീനിങ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഐ ആം ഗുഡ് അറ്റ്. നിങ്ങൾ എന്തിലാണ് ഉഷാറായിട്ടുള്ളത്? കമാൺ, ഞങ്ങളെ കൂടെ പറയുക. ഓക്കെ, ദെൻ ഐ ആം ഗുഡ് അറ്റ് ഇംഗ്ലീഷ്, ഐ ആം ഗുഡ് അറ്റ് വർക്ക്, ഐ ആം ഗുഡ് അറ്റ് ഹാൻഡ്ലിങ് കസ്റ്റമേഴ്സ്, ഐ ആം ഗുഡ് അറ്റ് ഡ്രൈവിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് ഇത്ര വയസ്സാണെന്ന് എങ്ങനെ പറയാം? വയസ്സിന് ഇയേഴ്സ് ഓൾഡ് എന്നാണ് പറയുക, ഇയേഴ്സ് ഓൾഡ്. ഓക്കെ, എനിക്ക് 33 വയസ്സാണ്. I am 33 years old. I am 33 years old. ഓക്കെ, എനിക്ക് 40 വയസ്സാണെന്ന് എങ്ങനെ പറയാം? I am 40 years old. I am 40 years old. എനിക്ക് 25 വയസ്സാണെന്ന് എങ്ങനെ പറയാം? I am 25 years old. I am 25 years old. ഞാൻ ചോദിക്കുന്നില്ല, പെൺകുട്ടികളോട് വയസ്സ് ചോദിക്കരുത്, അവര് എങ്ങനാലും പറയില്ല അത്. ഓക്കെ, അപ്പോൾ ചോദിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പറയാണ് ഐ ആം 25 years old, ഐ ആം 20 years old, ഐ ആം 30 years old, ഐ ആം 35 years old. ഈ രൂപത്തിലൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വയസ്സ് പറഞ്ഞൂടെ? ഹൗ ഓൾഡ് ആർ യു? ഓക്കെ, ഗുഡ്. ദെൻ ഞാൻ മാരീഡ് ആണെന്ന് എങ്ങനെ പറയാം? I am married. I am married. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിച്ച് കൊണ്ടുവരിക ചെയ്യുക. ഓക്കെ, പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിച്ച് അയക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ആ ഒരു ഡിഫറെൻ്റ് ഉണ്ട്. ഓക്കെ, ഐ എം മാരീഡ് ഫ്രം മലപ്പുറം. അനീസിയ പറയുകയാണെങ്കിലോ? I am married to Cochin. I am married to Cochin. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഐ എം മാരീഡ് ഫ്രം മലപ്പുറം. I am married to Cochin. ഓക്കെ, ഞാൻ മലപ്പുറത്ത് നിന്ന് വിവാഹം കഴിച്ച് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അനീസിയയെ കൊച്ചിയിലേക്കാണ് വിവാഹം കഴിച്ച് അയച്ചിട്ടുള്ളത്. ആ ഒരു ഡിഫറെൻറ്റ് കുട്ടികൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ്, ഞാനൊരു ഗ്രാജുവേറ്റ് ആണെന്ന് എങ്ങനെ പറയാം? I am a graduate. I am a graduate. ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. I am a postgraduate. I am a postgraduate. ഞാൻ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് എങ്ങനെ പറയാം? I am experienced in this field. I am experienced in this field. ഞാൻ ഗൾഫ് എക്സ്പീരിയൻസ്ഡ് ആണെന്ന് എങ്ങനെ പറയാം? I am Gulf experienced. I am Gulf experienced. ഓക്കെ, ഞാൻ ഓക്കെയാണ്. I am okay. ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. I am interested. ഞാൻ ഇന്ന് ബിസിയാണ് കേട്ടോ. I am busy today. I am busy today. ഞാൻ നാളെ ഫ്രീ ആണ്. I am free tomorrow. I am free tomorrow. ഞാൻ ഞാൻ ലേറ്റായി. I am late. I am late. ഞാൻ കുറച്ച് ലേറ്റായി. I am a little late. I am a little late. ഞാൻ ഇന്ന് നേരത്തെയാണ്. I am early today. I am early today. ഓക്കെ, ഞാൻ ഈ ട്രെയിനിങ്ങിൽ ഹാപ്പിയാണ്. I am happy with this training. I am happy with this training. ഞാൻ ഈ സാലറിയിൽ ഹാപ്പിയാണ്. I am happy with this salary. I am happy with this salary. ഞാൻ ഈ സാലറിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. I am satisfied with this salary. I am satisfied with this salary. എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റി. I am mistaken. I am mistaken. ഓക്കെ, ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഫോംസ് ഒന്ന് നമുക്ക് പറയാം. ഞാനല്ല. ഓക്കെ, ഐ ആം നോട്ട്, ഐ ആം നോട്ട്, ഐ ആം നോട്ട്. ഞാനല്ല എങ്ങനെ പറയാം? യെസ്, ഞാൻ അരുൺ കുമാർ അല്ല എന്നെങ്ങനെ പറയാം? I am not Arun Kumar. I am not Arun Kumar. ഞാൻ കാലിക്കറ്റിൽ നിന്നല്ല. I am not from Calicut. I am not from Calicut. ഞാനൊരു അക്കൗണ്ടന്റ് അല്ല. I am not an accountant. I am not an accountant. ഞാൻ ദുബായിലല്ല. I am not in Dubai. I am not in Dubai. ഞാൻ ഇന്ന് ലീവ് ഒന്നുമല്ല. I am not on leave today. I am not on leave today. എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല. I am not mistaken. I am not mistaken. ഞാനൊരു ഗ്രാജുവേറ്റ് അല്ല. I am not a graduate. ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ല. I am not a postgraduate. ഞാൻ ഹാപ്പി അല്ല. I am not happy. ഞാൻ ഇന്ന് ബിസി ഒന്നുമല്ല. I am not busy today. ഞാൻ ഫ്രീ അല്ലെന്ന്. I am not free today. ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ടൊന്നുമില്ല. I am not late today. എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല. I am not mistaken. ഞാൻ ഈ സാലറിയിൽ സാറ്റിസ്ഫൈഡ് അല്ല. I am not satisfied with this salary. ഞാനിവിടെ ഫസ്റ്റ് ടൈം ഒന്നും അല്ല കേട്ടോ. I am not here for the first time. I am not here for the first time. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഐ ആം നോട്ട് ഹിയർ ഫോർ ദി ഫസ്റ്റ് ടൈം. പലരും തെറ്റിക്കാറുണ്ട്. ഐ ആം നോട്ട് ഫസ്റ്റ് ടൈം ഹിയർ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഐ ആം നോട്ട് ഹിയർ ഫോർ ദി ഫസ്റ്റ് ടൈം. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം ആണെന്ന് എങ്ങനെ പറയാം? ഐ ആം ഹിയർ ഫോർ ദി ഫസ്റ്റ് ടൈം. ഐ ആം ഹിയർ ഫോർ ദി ഫസ്റ്റ് ടൈം. ഐ ആം നോട്ട് ഹിയർ ഫോർ ദി ഫസ്റ്റ് ടൈം.
ഞാൻ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് അല്ല കേട്ടോ. I am not experienced in this field. I am not experienced in this field. ഓക്കെ, നെക്സ്റ്റ് ഇത് ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം. ഓക്കെ, ഞാൻ ലേറ്റ് ആയോ? Am I late today? Am I late? എങ്ങനെ am I late today? ഞാനാണോ? am I എങ്ങനെ പറയാം? കമോൺ, ഞങ്ങളുടെ കൂടെ നിങ്ങൾ പറയൂ. ഓക്കെ, am I ഞാൻ ഒന്ന് ലേറ്റ് ആയോ? am I late today? am I late today? ഞാൻ ഒന്ന് നേരത്തെയാണോ? Am I early? Am I early today? എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റിയോ? Am I mistaken? Am I mistaken? ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? Am I കറക്റ്റ്? correct? Am I correct? Okay, am I correct? Then am I wrong? Am I mistaken? Okay, ഞാൻ ഓക്കെ ആണോ? Am I okay? Am I okay? ഇനി ഒരു ഇൻ്റർവ്യൂ നമ്മൾ 2-3 ഫ്രണ്ട്സ് കൂടി അറ്റൻഡ് ചെയ്തു. അപ്പോൾ പറയാം, ഞാൻ സെലക്റ്റഡ് ആയോ? Am I selected? Am I selected? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ പോസിറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്കൊന്നുകൂടെ ഒന്ന് ഒരുമിച്ച് പറയാം. പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ച് പറയാം. ഓക്കെ, ഞാൻ അബ്ദുസമദാണ്. ഐ ആം അബ്ദുസമദ്. I am Anisya Verghese. ഞാൻ കേരളത്തിൽ നിന്നാണ്. I am from Kerala. ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നല്ല. I am not from Maharashtra. ഞാനൊരു കോച്ചാണ്. I am a coach. ഞാനൊരു ലാംഗ്വേജ് കോച്ചാണ്. I am a language coach. ഓക്കെ, ഞാനൊരു ബിസിനസ് വുമൻ അല്ല. I am not a businesswoman. ഓക്കെ, ദെൻ ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. I work in Dubai. I work in Dubai. സിമ്പിളായിട്ട് ഐ എം ഇൻ ദുബായ്, ലൈക്ക് ഐ വർക്ക് ഇൻ ദുബായ്. ഓക്കെ, ഞാൻ ഷാർജയിലല്ല. I am not in Sharjah. I am not in Sharjah. ഞാൻ മാരീഡ് ആണ്. I am married. ഞാൻ സിംഗിൾ അല്ല. I am not single. എനിക്ക് 25 വയസ്സാണ്. I am 25 years old. എനിക്ക് 30 വയസ്സല്ല. I am not 30 years old. ഓക്കെ, ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. I am a postgraduate. ഓക്കെ, ദെൻ ഞാനൊരു ഡോക്ടർ അല്ല. I am not a doctor. ഞാൻ ബിസി ആണ്. I am busy. ഞാൻ ഫ്രീ അല്ല. I am not free. ഞാൻ ഓക്കെ ആണ്. I am okay. ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല. I am not interested. ഓക്കെ, ഞാൻ സെലക്റ്റഡ് ആണ്. I am selected. എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല. I am not mistaken. ഞാൻ ഈ ട്രെയിനിങ്ങിൽ ഹാപ്പിയാണ്. I am happy with this training. ഞാൻ ലേറ്റ് ആയോ? Am I late? ഞാൻ ഓക്കെ ആണോ? Am I okay? ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? Am I correct? എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റിയോ? Am I mistaken? ഞാൻ ലേറ്റ് ആയോ? Am I late today? ഞാൻ സെലക്റ്റഡ് ആയോ? Am I selected? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക, ഉഷാറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രദറിനെ പറ്റിയിട്ട് എങ്ങനെയാണ് പറയാമെന്നുള്ളതാണ്. സോ എല്ലാവരും വീഡിയോ മറക്കാതെ കാണുക, ഉഷാറാക്കി. Hope you guys had a good learning today. So until we see you in the next episode, bye bye.